ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ ഡൈയിനെ കുറിച്ചിട്ടാണ് അതിന്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ഒരു ബ്രാൻഡിന്റെ ഹെയർ ഡൈയിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതിന് മുൻപ് ഹെയർ ഡൈ ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എപ്പോഴും നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ഹെയർ ഡൈ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വാസലിൻ, അതുപോലെ ഓയില്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിസലർ വാട്ടർ. ഇനി ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, വൈറ്റ് പേസ്റ്റ്, അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു കറ റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രീക്സിന്റെ ജെൽ ഹെയർ കളർ ആണ് കേട്ടോ. ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഹൈ ഗ്ലോസ്, വിസിബിൾ സ്മൂത്ത്നെസ് ആൻഡ് ഷൈനെസ് നമ്മുടെ ഹെയറിന് തരും എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. 100% കറക്റ്റ് ആണ്. നല്ല രീതിക്ക് ഷൈനി എഫക്റ്റ് നമുക്ക് നമ്മുടെ ഹെയറിന് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ മുടി നരച്ചിട്ടില്ല, ഞാനിത് എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കസ്റ്റമേഴ്സിന് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അവരുടെ ഒക്കെ റിവ്യൂസും അവരുടെ ആഫ്റ്റർ എങ്ങനെയാണ് അവരുടെ റിസൾട്ട് എന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്ക് സ്വയം ചെയ്ത് നോക്കാൻ പറ്റാത്ത കാര്യം ഞാൻ നല്ല രീതിയിൽ ഈ സാധനം നല്ലതാണോ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഹെയർ ഡൈ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്കും ഇത് വാങ്ങിക്കാം. ഇത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇവർ പറയുന്നത് ലാസ്റ്റ് അപ് ടു 20 വാഷസ് എന്നാണ്. പക്ഷെ നമുക്കൊരു 22 വാഷസ് വരെയൊക്കെ കിട്ടും ഇഫ് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അതായത് എല്ലാ ദിവസവും എണ്ണയും വെച്ച് അങ്ങനെ എണ്ണയില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ 20 വാഷ് തന്നെ കിട്ടണം എന്നില്ല. പക്ഷെ എന്നാൽ അത്യാവശ്യം കെയർ ചെയ്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു കളർ ഉണ്ട്, ഗ്രേ കളർ കാണുന്നത് മോശമാണെന്ന് സ്വയം തോന്നുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ ഹെയർ ആക്ച്വലി നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അതൊരു കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ അതൊരു ഇത് നരച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്വയം ആലോചിക്കും, ഇത്ര എണ്ണ വെച്ചാൽ പിന്നെയും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. മുടിയിൽ ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് മടിയുള്ള കാര്യമാണെങ്കിൽ അതിനെ അങ്ങനെ ഒരു രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ നമുക്ക് 20 വാഷ് ഉള്ളത് 22 വാഷ് വരെയൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. അതായത് ഡെയിലി മുടി നനയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി മുടി നനയ്ക്കാണ്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ മുടി നനച്ചു നോക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 20 വാഷ് എന്ന് പറയുന്നത് നമുക്കൊരു 1 മാസം അല്ലെങ്കിൽ 1.5 മാസം, മാക്സിമം ഒരു 2 മാസം വരെയൊക്കെ നമുക്കിത് നീട്ടി എടുക്കാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾക്ക് മുടി നനയ്ക്കാതിരിക്കുന്ന ഒരു 3 ദിവസം കൂടുമ്പോൾ മുടി നനയ്ക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എണ്ണയെങ്കിലും നമ്മൾ വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ ആയിട്ട് എണ്ണ വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട് ഇതിന്റെ എണ്ണ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടി കഴുകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 20 വാഷിനെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ അവനവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതായത് ഡാർക്ക് ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബ്രൗൺ കളർ, അതല്ല. നമ്മുടെ ഹെയറിന്റെ ഒരിക്കലും നമ്മുടെ ആരുടെയും ഹെയർ എന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് കളർ അല്ല, അതായത് പക്ക പ്യുവർ ബ്ലാക്ക് അല്ല. അപ്പൊ നമ്മളൊരു ഹെയർ കളർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളത് അപ്ലൈ ചെയ്ത്, ഇപ്പൊ ഡൈ ആണെന്നുണ്ടെങ്കിൽ ഹെയർ കളർ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബ്ലാക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിനേക്കാളും കളർ നമ്മൾ ചെയ്തതാണെങ്കിൽ ആകെ വൃത്തിയുടെ പോകത്തില്ല. ഒറ്റ ലുക്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഡൈ ആണെന്നുള്ളത്. സോ അങ്ങനെ ഒരു ലുക്ക് വരാതിരിക്കാനും നമ്മുടെ മുടിയുമായിട്ട് അതെങ്ങനെയാണോ നമ്മുടെ മുടി ഇരിക്കുന്നത് അതുപോലെ തന്നെ നാച്ചുറൽ ഫിനിഷ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഡാർക്ക് ബ്രൗൺ കളർ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു ബോക്സ് ഇതുപോലത്തെ ഒരു ഡൈ എടുക്കുമ്പോഴും അതിന്റെ ഒരു ബാക്ക് സൈഡിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ ഒക്കെ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതായത് ബിഫോർ ആഫ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ മുടി എന്ന് പറയുന്നത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഏതാണ്ട് അങ്ങനത്തെ തന്നെ ഒരു ബ്ലാക്കിൽ വരും. നമ്മുടെ ഒരു ഡാർക്ക് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ നീറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് ഡാർക്ക് ബ്രൗൺ തന്നെ ഷെയ്ഡ് അവർ കിട്ടുന്നുണ്ട്. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ ഏതൊരു കളർ അല്ലെങ്കിൽ ഏതൊരു ഹെയർ കളർ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും ഈ ഒരു സാധനം ഇവർ കൊടുത്തിട്ടുണ്ടാവും വളരെ കൃത്യമായിട്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയതിനു ശേഷം വാങ്ങിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതിനകത്ത് ഹൈഡ്രോളോണിക് ആസിഡ് ആൻഡ് സിലിക്കോൺ ആക്റ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ കിവി ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുണ്ട്. നോ അമോണിയ ആണ്, 100% ഗ്രേ കവറേജ് ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സ്ട്രീക്സിന്റെ എല്ലാ പ്രൊഡക്ട്സുകളും തന്നെ നല്ലതാണ്. നമ്മൾ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഉടായ്പായിട്ടുള്ള ഒരു ഐറ്റംസും ഞാൻ ഇന്ന് വരെ സ്ട്രീക്സിന്റെ യൂസ് ചെയ്തിട്ടില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് അല്ലെങ്കിൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും. പക്ഷെ അത് അവരുടെ കുഴപ്പമല്ലല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ അല്ലേ. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തൊരു ബ്രഷ് ഉണ്ട്, നമ്മുടെ ഡൈ ബ്രഷ് ഉണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല, എനിക്ക് ഓൾറെഡി ഇവിടെ തന്നെ ബ്രഷ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിനകത്തുള്ളതാണ് സ്ട്രീക്സിന്റെ ജെൽ ഹെയർ കളറന്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ ഒരു ട്യൂബിലാണ് വരുന്നത് കളറന്റ്. ഇതിനകത്താണ് കിവി എക്സ്ട്രാക്റ്റും സംഭവം ഐറ്റംസ് എല്ലാം ഉള്ളത്. ഡെവലപ്പർ, നോർമൽ നമ്മുടെ ഡെവലപ്പർ ആണ്.
20 വോളിയമാണ്, 20 ആണ് ഇതിന് വരുന്നത്. ഇത് എത്രയാണ്? ഓക്കെ, എന്തായാലും 60 ഗ്രാമാണ് നമ്മുടെ ഇതുള്ള കളറിൻ്റെ ഉള്ളത്. ഇതും 60 ml തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് ഒരു കണ്ടീഷണർ വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അഗെയിൻ നമ്മുടെ ഒരു കുഞ്ഞി ഡപ്പയ്ക്കകത്ത് നമ്മുടെ സ്ട്രീക്സിന്റെ ഹെയർ സെറം വരുന്നുണ്ട്. ആക്ച്വലി ഈ ഹെയർ സെറം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇത് അടിപൊളി സാധനമാണ്. ഇത്രയും ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫുള്ള് ഗ്രേ ആണെന്നുണ്ടെങ്കിൽ 1-2 തവണ, മാക്സിമം 2 തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേ ഉള്ളൂ, നമ്മുടെ റൂട്ട് മാത്രം ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 തവണയൊക്കെ നമുക്കിത് ഈ ഒരു ഒറ്റ ബോക്സ് വെച്ചിട്ട് നമുക്കിത് പോകാവുന്നതാണ്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഗ്ലൗസും കൂടെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ബോക്സിനകത്ത് നിന്നുള്ള ഗ്ലൗസ് ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ടാണ്. ഇതിനകത്ത് ഗ്ലൗസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓൾവേസ് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇടുക. അതിനുശേഷം നമ്മളൊരു മെറ്റൽ അല്ലാത്ത അതുപോലെ തന്നെ എന്തെങ്കിലും അലുമിനിയം അങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനെയൊന്നും എടുക്കാതിരിക്കുക. എന്തെങ്കിലും ഒന്നെങ്കിൽ ചില്ലിന്റെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കുക. ഈ 2 ബൗൾ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഡെവലപ്പറും അതുപോലെ തന്നെ നമ്മുടെ കളറിന്റെയും കൂടെ ഈക്വൽ അളവിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അതിന് മുൻപ് നമ്മൾ ഈ ഒരു നമ്മുടെ ഹെയർ ലൈനിന്റെ ഈ ഒരു നെറ്റിയിലും അതുപോലെ ചെവിയിലും ഒക്കെ എണ്ണയോ അല്ലെങ്കിൽ വാസലിനോ ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആവാണ്ടിരിക്കും. അപ്പോ അത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തലയിലേക്ക് ആ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഹെയർ ഡൈ ചെയ്യാൻ നമ്മൾ ഒരാളുടെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്നെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്ത് ചെയ്യുക. എപ്പോഴും ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ്. ആ ഒരു ഫിനിഷിങ് കിട്ടാനും ഒക്കെ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ആവത്തുമില്ല, അവിടെ ഇവിടെയൊക്കെ കൂടി കറയാവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ആവാതിരിക്കാൻ നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മുടെ ഹെയറിൽ ഈ ഒരു മിക്സ് നമ്മൾ തേച്ച് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. എന്നിട്ട് കണ്ടീഷണർ ഇടുക. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന സെറം ഇടുക. ഇത്രയും സംഗതിയേ ഉള്ളൂ. അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് എന്റെ കയ്യിൽ. ഇതൊരു ജെൽ ഫോർമാറ്റ് ആണ് കേട്ടോ. ഇടാനൊക്കെ നമുക്ക് ഭയങ്കര നമുക്കങ്ങ് ഇഷ്ടപ്പെടും. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ ഇത് എനിക്ക് ഞാനൊരു 10 out of 9 കൊടുക്കും. എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഗ്രേ അവർക്ക് വന്നോണ്ടായിരിക്കും. ശരിക്കും 10 on 10 കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിനൊരു നെഗറ്റീവ് പറയാനില്ല. പിന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ നിങ്ങൾക്ക് ഡൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു നല്ല ഡൈ നോക്കുന്നുണ്ടെങ്കിൽ, ഹെയർ കളർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് 275 രൂപയാണ്. കുറച്ച് പ്രൈസ് ഉണ്ട്. ഡൈ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷാംപൂ ഡൈ ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണല്ലോ. ഗാർണിയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടൊക്കെ തോന്നിയെങ്കിൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അത് അത്ര ഒരു സംഭവമൊന്നുമല്ല. നമുക്ക് നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് കാശ് മുടക്കേണ്ടി വരും. 275 രൂപയൊന്നും അത്ര ഒരു വിലയല്ല, ബട്ട് സ്റ്റിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.